കളഞ്ഞുപോയാ? കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന് സഹായം വേണ്ട. കളഞ്ഞുപോയി. സോറി. ഇവിടെ നിൽക്കുക. ഞാനൊരു എഴുതാപാതയാ. എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശ മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് തറവാട്ട് വക സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർത്തി ഓഫീസിൽ ക്ലർക്കായിരുന്ന സമയത്ത് എന്ത് കുന്തായാലും ശരി, താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കുന്നു. എനിക്ക് കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും കണ്ടക്ടറിന്റെ വിലക്കാരനാ. ബസ്സിനകത്താണോ ഗുസ്തി? താൻ പോണോ? ഒരു ഹൗസ് ഓണറിന്റെ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് ഇയാളെന്നെ ഉപദ്രവിക്കുന്നു. ആഹാ. കണ്ടക്ടർ വണ്ടി എടുത്ത് ജലവിലാതി പിടിച്ച് പുറത്തേക്ക്. നിന്റെ മറ്റൊരാളോ? എന്നെ അടിക്കരുത്. ഞാൻ അടിക്കും. സാർ, ഞാൻ രാജേന്ദ്ര റാസ്കൽ നടുറോട്ടിലാണോടാ തല്ലുമകളും? എടാ രാജേന്ദ്ര, കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SME സ്കൂളിൽ ഒന്നിച്ചാ. ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. വരൂ. നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞേനെ. പിന്നെ ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വൈരിക്ക് വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. വൈരിക്ക് ഇരിക്കാൻ. കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാനവരെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കിളി ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. തനിച്ചാണോ? കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതെന്താ? ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്.
സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ അടിയറക്കാനുള്ളതല്ല ഈ ജീവിതം. നീയാളൊരു മഹാനായി മാറി. അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോഡിൽ വെച്ച് തല്ലുണ്ടാക്കിയത്? പറയാം. നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. അളങ്ങ് ഞാൻ പറയാം. വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക എന്നവര് കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നുമില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ എസ് ഐ ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? വാതിലോർക്കാൻ. ഐഷ, ആയിഷ്, എന്തേ? ഇങ്ങോട്ട് ഇറങ്ങിക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? എനിക്ക് നീതി വേണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. മതിയോ? ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ? ഇപ്പൊ ഞാൻ തല്ലുന്നില്ല. പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാത്തിനും നേരത്തെ തല്ലും. പോലീസ് അതെ, ഏതായാലും വന്ന സ്ഥിതിക്ക് അയൽവക്കാരെ കൂടെ ഒന്ന് വിരട്ടിയാലും ഒറ്റ എണ്ണത്തിന് പോലീസിനെ പേടിയില്ല. പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവെറ്റിച്ച എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കയില്ല. ഓർമ്മയിരിക്കട്ടെ. കേരള ജീപ്പില് എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. തല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും. ഇൻസ്പെക്ടർ ഒന്ന് കാണണമായിരുന്നു. ചെല്ലു. യെസ്, ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ഹിയർ. അതെ, ശരിയാണ്. തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. യെസ്, ഇരിക്കൂ. എന്താണ്? അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഇല്ല, അവിവേകം പൊറുക്കുകയില്ല. സാറ് ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല. ഫോണിൽ പറഞ്ഞതോ? അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു സത്യമാണ്. കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്. അപ്പോ എനിക്ക് നീതി കിട്ടും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും. ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാർ അയാൾക്ക് കൂട്ടു നിൽക്കുവോ? ആരാണ് നിങ്ങൾ?
ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ? ഓഹോ, നിങ്ങളാണോ അഹങ്കാരി? സാർ, പൈസേ വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇവിടെ നീതിക്ക് വന്നേക്കുന്നോ? വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ. ആര് പറഞ്ഞു? ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്. നോ, പണിക്കരൻ സുഹൃത്താണ്. അങ്ങോട്ട് നോക്കടാ. സാറെ ചായ ഷാപ്പിൽ തല്ലുണ്ടാക്കിയാൻ. ഓഹോ, ഇവനാണോ? അയ്യോ, ഞാനല്ല സാറ്. അയ്യോ, ഐ എം വെരി സ്ട്രിക്റ്റ്. അപ്പോ വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? സാർ, വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോന്ന്? അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ, അതായത് ഞാൻ, ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അയ്യോ സാർ. ഗെറ്റ് ഔട്ട്. എന്തിനാണ് സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സാറിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂ? വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കൂ സാർ. അത് സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല. ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കൂ കുട്ടി. പോയിക്കോളൂ, കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും. ഉറപ്പാണോ സാർ? എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ. താങ്ക് യു സാർ. നിൽക്കൂ. പോയിക്കോളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ? എന്നാരും പറഞ്ഞു? ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരായിരുന്നു നിന്റെ കൂലിക്കാരോ? പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, ആ, നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ? ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്. എന്തിനാ നിർത്തിയത്? തല്ലടാ, തല്ലടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മൂന്നെങ്കിലും തല്ലടാ. സ്നേഹത്തെക്കാൾ വലുതാടാ എനിക്ക് തട്ടി ഉന്നീരിയും. ഒന്നോ കേട്ടോ ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ, നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നുവേണോടാ. നീ അല്പനാണ്. നീ ശപ്പനാണ്. പോടാ. നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മൂന്നയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായം എനിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരവേനെ വേണ്ട പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. മീര, നല്ല പേര്.
ഇവിടെ? ഞാൻ ഓഫീസിൽ നിന്ന് വരിക. ഓ ഐ സി. പിന്നീട് അവനെവിടെങ്ങാനും വന്നു? പിന്നെ കണ്ടില്ല സർ. കാണില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മോന്തക്കിട്ട് ഞാൻ റെഡി കൊടുത്തു. പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി. പക്ഷേ അവനാള് സ്വല്പം പെശക. ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. പിന്നെ ഞാൻ നമ്മുടെ ആ പഴയ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുബ്ലിയിലേക്ക് പോവുകയാണ്. അയാൾ അവിടെ ഉണ്ടോ? സൂചനയുണ്ട്. ഇത്തവണ സുകുമാരക്കുറുപ്പിന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ? ഓക്കെ സർ. മീര, ഒന്നുമില്ല.